Watch India's largest kids library only on Jio Hotstar. Download the app now. ഞങ്ങളുടെ വെബ്സൈറ്റിൽ വരൂ, എന്നിട്ട് അവന്റെ വീട്ടിലിരുന്ന് ഡോക്ടർ ആകൂ. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ വലിയ ഫീസും ഇല്ല, പിന്നെ എക്സാമിന്റെ ടെൻഷനും ഇല്ല. എല്ലാ അസുഖത്തിന്റെയും ചികിത്സ നമ്മുടെ കയ്യിലുണ്ട്. ഹായ്, കൊള്ളാലോ. ഇത് വളരെ നല്ല വെബ്സൈറ്റ് ആണല്ലോ. പത്തുലു, ടിവിയിൽ ഡോക്ടർ വെബ്സൈറ്റിന്റെ അഡ്രസ് പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോവാ? എന്റെ മോട്ടു വെബ്സൈറ്റ് അഡ്രസ് അറിയാൻ വേണ്ടി നീ ഷൂട്ട് എവിടേക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. താങ്ക് യു പത്തുലു, താങ്ക് യു. ഞാനൊരു ഡോക്ടർ ആവാൻ തയ്യാറായി കഴിഞ്ഞു പത്തുലു. ശരിക്കും പറഞ്ഞ ഫുർഫുറി നഗരത്തിൽ നല്ലൊരു ഡോക്ടർ ഇല്ലെന്നേ. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ശരിക്കും അങ്ങോട്ട് വിശക്കുന്നുമില്ല. എപ്പോഴും നല്ല വിശപ്പ് വരുവാനുള്ള മരുന്നൊക്കെ കഴിക്കണം. തേനിൽ ചാലിച്ച പഴങ്ങൾ. അല്ല, എന്താ പറ്റിയ ഡോക്ടർ സാറേ? എന്താ ശരിക്കും വിശക്കുന്നില്ലേ? ഇപ്പൊ തോന്നുന്നത് എനിക്കിപ്പോ ചെറുതായിട്ടൊരു തലകറക്കം പോലെ തോന്നുന്നു. തലകറങ്ങുന്നു. എന്റെ മോട്ടു, നീയൊന്ന് പോയി കണ്ണാടി നോക്ക്. നീ ഇപ്പൊ കഴിച്ച മരുന്നിലെ എന്തൊക്കെ സൈഡ് എഫക്റ്റാ വന്നിരിക്കുന്നേന്ന് പോയി നോക്ക കണ്ണാടി. എന്റെ പത്തുലു, ഇതെന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല മോട്ടു. ഇപ്പൊ നീ കഴിച്ച മരുന്നൊന്നും നിനക്ക് സെറ്റ് ആയിട്ടില്ല. എപ്പോഴും അറിയാത്ത പണിക്ക് പോകരുത്. നിന്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് നിനക്ക് സൈഡ് എഫക്ട് വന്നത്. ഇപ്പോഴെങ്കിലും നിന്റെ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം നിർത്ത് മോട്ടു. ഇല്ല പത്തുലു, ഇത് വേറെന്തോ കാരണം കൊണ്ട് സംഭവിച്ചതാണ്. സത്യത്തിൽ എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് എന്തേലും വയറ് നിറച്ച് കഴിക്കണമെന്നുണ്ട് ഇപ്പോ. പ്ലീസ് പത്തുലു, നിനക്ക് തണുപ്പ് പിടിച്ചെന്നാ തോന്നുന്നു. ദേ തുമ്മുന്നത് കണ്ടില്ലേ? ഞാൻ നിന്റെ സൂക്കേട് ഇപ്പൊ ശരിയാക്കി തരാം. ജലദോഷത്തിന് പത്തുലു കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. തുറന്നേ, വാ തുറന്നേ. ഇനി നിന്റെ ജലദോഷമൊക്കെ പമ്പ കിടക്കും. വേഗം വാ തുറക്ക്. എന്റെ പത്തുലു, ഗുളിക കഴിക്കേ. അപ്പം നിന്റെ ജലദോഷം മാറൂലേ? ഗുളിക കഴിക്കൂന്നേ. വാ തുറക്കൂ, എന്നിട്ട് ഈ ഗുളിക കഴിക്കൂ. എന്റെ പത്തുലു, നീ ഇവിടെ ഇരുന്നോണ്ടിരിക്കുകയാണോ? കണ്ടില്ലേ, ഞാൻ നിനക്ക് വേണ്ടി മരുന്ന് എടുത്തോണ്ട് വന്നത്. നോക്ക്. ഇല്ല, നിന്റെ മരുന്നൊന്നും ഞാൻ കഴിക്കില്ല. ചായക്കട ചേട്ടാ, പത്തുലുവിനെ ഒന്ന് പിടിക്ക്. വേഗം വന്ന് പിടിക്ക്. ഇവൻ മരുന്ന് കഴിക്കുന്നില്ലെന്നേ. ചായക്കടക്കാരൻ ചേട്ടാ, നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചത്? എനിക്കെന്താ അറിയാം. മോട്ട് പറഞ്ഞു നിന്നെ അങ്ങോട്ട് പിടിക്കാൻ. നിനക്ക് മരുന്ന് തരണമെന്നും പറഞ്ഞു. ഇതെന്താ, രണ്ടുപേരും കൂടെ അഭിനയിക്കുവാണോ? ഇത് അഭിനയൊന്നും അല്ല. ഞാനൊരു ഡോക്ടറായെന്നേ, ഡോക്ടർ മോട്ടു. ഇനി നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? പറയൂ. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ വളരെ ഫിറ്റാ. എന്റെ മോട്ടു, നീ എന്ത് മരുന്ന് എനിക്ക് തന്നത്? എനിക്ക് ഇപ്പോഴും തുമ്മൽ വന്നുകൊണ്ടേ ഇരിക്കുക. മോട്ടു, പത്തുലു, നീ ഒന്ന് ക്ഷമിക്ക്. ഇപ്പൊ ശരിയായിക്കോളും. ഇപ്പൊ ശരിയായിക്കോളുന്നേ. നമ്പർ 1, നമ്പർ 2 ഇപ്പൊ പരിപാടി കാണിച്ചു തരാം. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. അതെങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഡോക്ടർ മോട്ടു എന്ന് പറയുന്നത് നിങ്ങളാണ്? അതെ, ഇത് തന്നെയാണ്. ഡോക്ടർ സാറേ, എന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് തെളിച്ചു പറയാം. ഞാൻ കമൽപൂരി എന്നാണ് വരുന്നത്. എന്റെ ശരീരം മൊത്തം ചൂടായിക്കൊണ്ടിരിക്കുക. ഇവര് രണ്ടുപേരും എനിക്ക് കൂട്ടിന് വന്നിരിക്കുന്ന എന്റെ ഫ്രണ്ട്സ് ആണ്. ഇവർക്ക് രണ്ടുപേർക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്. എന്തെങ്കിലും മരുന്ന് തരാമോ ഡോക്ടർ സാറേ, പ്ലീസ്? അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ മരുന്ന് തന്നേക്കാം. മരുന്നിനിപ്പോ എന്താ വേണ്ടത്? കിട്ടിപ്പോയി. കഴിഞ്ഞു. ഇന്ന് വാങ്ങിച്ചോ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന്. ദിവസത്തിൽ 3 നേരം കഴിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സൂക്കേടും വരില്ല. കൊള്ളാം ഡോക്ടർ സാബേ, ഇത് തന്നെ കവിത.
ഡോക്ടർ സാറേ, നിങ്ങളുടെ മരുന്ന് നന്നായി പ്രവർത്തിച്ചു തുടങ്ങിയേ. എനിക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. എന്റെ അസുഖമെല്ലാം മാറുകയും ചെയ്തു. ഇത് അത്ഭുതമായിരിക്കുന്നു. കൊള്ളാം കൊള്ളാം ഡോക്ടർ ബോട്ട്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ബോട്ട്. ഞാനിത് നാട്ടിൽ അറിയിച്ച് എല്ലാവരെയും കൊണ്ടുവരാം. ഞങ്ങളുടെ പനിയും എവിടെയോ പോയി. നിങ്ങൾ നല്ല ഡോക്ടറാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. എല്ലാവരും കേൾക്കുവൻ, നമ്മുടെ ഡോക്ടർ മോട്ടുവിന്റെ മരുന്നിൽ എന്തോ മാജിക് ഉണ്ട്. അദ്ദേഹത്തിന്റെ മരുന്ന് കഴിച്ച ഉടനെ എന്റെ അസുഖമെല്ലാം പറന്നുപോയി. ആ, ഞങ്ങളുടെ പനിയും ഡോക്ടറെ കണ്ട ഉടനെ തന്നെ എങ്ങോ പോയി മറഞ്ഞു. ഇപ്പൊ നമുക്ക് ഡോക്ടർ മോട്ടുവിനെ കമൽപൂരിലേക്ക് കൊണ്ടുപോകാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അവിടെയുള്ള എല്ലാവർക്കും ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടുമല്ലോ. അല്ല, എങ്ങനെ നിങ്ങൾ കമാൽപൂരിൽ കൂട്ടിക്കൊണ്ടു പോകും മോട്ടുവിനെ? പുള്ളി നമ്മുടെ പട്ടണത്തിന്റെ അഭിമാനമല്ലേ. പുള്ളിയെ എങ്ങും കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം ഫുർഫുറി നഗറിലിരുന്ന് ഞങ്ങളെ ചികിത്സിക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അതെ, ഈ കാര്യം വളരെ ശരിയാ പറഞ്ഞത്. ഏയ്, ഏയ്. ഓ, ആ, ആരും ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. എല്ലാവർക്കും മരുന്ന് കിട്ടും, എല്ലാവർക്കും മരുന്ന് കിട്ടും. ഇന്നാ വാങ്ങിച്ചോ നിങ്ങളുടെ മരുന്ന്. എന്റെ ഡോക്ടറെ, എന്റെ കണ്ണിന് കാഴ്ച ലേശം കുറവാണെന്നാ തോന്നണേ. ഇന്നാ ഇത് മലന്ന് കിടന്നിട്ട് കണ്ണിലോട്ട് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. മോട്ടു ഒന്ന് നിൽക്ക്, നിന്റെ ചികിത്സ ഒന്ന് നിർത്ത്. ആച്ച്. അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് നിന്നെ ചികിത്സിക്കാനുള്ള പരിപാടി നോക്കും, ഉറപ്പാണ്. ആച്ച്. പൊളിക്കടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും അനുഭവമുള്ള ഡോക്ടറെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ. തലവേദന, വയറുവേദന, കാലുവേദന ഒക്കെ ശരിയാവും. ഓ, ഞാനും തളർന്നുപോയി. പത്തുലു, എവിടെയാ നീ? എവിടെയാണെന്നല്ലേ ചോദിച്ചത്? ആച്ച്. ഞാൻ ആച്ച്. ഇവിടെയുണ്ട്. ആച്ച്. പത്തുലു, കണ്ടില്ലേ നീ? ജനങ്ങൾ മുഴുവൻ എന്റെ ചികിത്സ കാരണം സുഖം പ്രാപിച്ചിരിക്കുക. അതുപോലെ ഞാനൊരു സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനൊരു ആനന്ദം അല്ലേ പത്തുലു? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ മോട്ടു, ആച്ച്. ഇപ്പൊ നീ ഇവിടുന്ന് ഓടുകയാണെങ്കിൽ നിനക്ക് കുറച്ച് ആനന്ദം അനുഭവിക്കാം. ഓട് വേഗം. നീ എന്തിനാ അങ്ങനെ പറയുന്നത് പത്തുലു? എനിക്ക് ഇനിയും ഒരുപാട് ജനങ്ങളെ ചികിത്സിക്കാനുള്ളതാണ്. ദേ അങ്ങോട്ട് നോക്ക്, നിന്റെ അടുത്തേക്ക് ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും വളരെ ദേഷ്യത്തിലാണ് വരുന്നത് മോട്ടു. അടി ഉറപ്പാ. എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ആര് രക്ഷിക്കും മോട്ടു? അല്ല, മോട്ടുവിനെ പിടിക്കണം, തല്ലണം അവനെ. എന്റെ വേദന നല്ല പിന്നെയും അടിയാ കൊടുക്കേണ്ടത്. എന്റെ കാഴ്ച പോയതാ തോന്നണ. ആഹാ, അവനെ വിടാൻ പാടില്ല. അവനെ അടിക്ക്. തള്ളണം അവനെ. പിടിക്ക്. എന്റെ പത്തുലു, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യേ. ഇപ്പൊ നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇവിടെ നിന്ന് ഓട്. പിടിക്കവനെ. ഓടാൻ സമ്മതിക്കരുത്, അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. പിടിയടാ അവനെ. ഈ ലാപ്ടോപ്പ് വലിച്ചെറിഞ്ഞ ഇനി ആരെയും മോട്ടു ചികിത്സിക്കില്ല. ആ, ആ. തുറക്കടാ, വാതിൽ തുറക്കടാ. എടാ, വാതിൽ തുറക്കാൻ. മോട്ടു, നീ ചെയ്തതിന്റെ ഫലം കണ്ടില്ലേ? നേരം വെളുക്കുമ്പോൾ തന്നെ നിന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. പത്തുലു, എല്ലാവരോടും എന്തെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഡോക്ടർ സാർ ബിസിയാണെന്ന് പറ. ഇപ്പൊ ചികിത്സിക്കൂലെന്ന് പറ. അവർ വന്നിരിക്കുന്നത് അവർക്ക് ചികിത്സിക്കാനല്ല, നിന്നെ എല്ലാവരും കൂടി ഒന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. ചിങ്കം സാറേ, ഹലോ ചിങ്കം സാറേ, മോട്ടുവിന് എല്ലാവരും കൂടി ചേർന്ന് പഞ്ഞിക്കിടാൻ പോവാ. സോറി കൂട്ടുകാരെ, ഞാൻ എന്റെ നല്ല മനസ്സോടെയാണ് നിങ്ങളെയൊക്കെ ചികിത്സിച്ചത്. പക്ഷേ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ എന്റെ ഡോക്ടർ ജോലി തന്നെ ഉപേക്ഷിച്ചു. മോട്ടു ഡോക്ടർ നിങ്ങളുടെ അസുഖം മാറ്റി തന്നു. സൂക്കേടൊക്കെ മാറിയെന്നോ? അല്ല, എന്റെ 5 വർഷം പഴക്കമുള്ള നടുഭദ്ര പോയി. എന്റെ പനിയും പമ്പ കടന്നു. എന്റെ 10 വർഷം മുമ്പുള്ള ചുമയും മാറി കിട്ടി. നിങ്ങൾ മഹാനായ ഡോക്ടറാണ്, സമ്മതിച്ചിരിക്കുന്നു. ശരിയാ മോട്ടു, എനിക്കും ദേ ഇപ്പൊ ശരിയായി. ദേ കണ്ടില്ലേ? മോട്ടുജി, നിങ്ങൾക്ക് ഫ്രീ മെഡിക്കൽ സേവ ചെയ്യാൻ വേണ്ടി ഒരു ക്ലിനിക്ക് ഞങ്ങൾ തുറന്നു തരാം. അത് ഉടനെ തന്നെ. മോട്ടു ഡോക്ടർ. ഹിപ്പ് ഹിപ്പ് ഹൂറേ. ഹിപ്പ് ഹിപ്പ് ഹൂറേ. ഹിപ്പ് ഹിപ്പ് ഹൂറേ.
മോട്ടുവിന് അറിയില്ല അവന്റെ ലാപ്ടോപ്പ് ഞാൻ എടുത്ത് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. ആദ്യം അതെടുത്ത് ഞാൻ ശരിയാക്കിയില്ലെങ്കിൽ അവൻ എന്നെ ചികിത്സിക്കും. എനിക്ക് ഓടാൻ സമയമായി, ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.